friends, welcome to Neeta's Tasteland. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ തന്നെ വൈകുന്നേരം സ്നാക്ക് ആയിട്ടും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സാൻഡ്വിച്ചുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അതുപോലെ തന്നെ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാം, വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും എല്ലാവർക്കും സ്നാക്ക് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ സാൻഡ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലേ, എല്ലാവർക്കും ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 3 ടൈപ്പ് സാൻഡ്വിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അതില് ഇഷ്ടമുള്ള സാൻഡ്വിച്ച് നമുക്ക് ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോ 3 ടൈപ്പ് സാൻഡ്വിച്ച് ഒരുമിച്ച് ചെയ്യുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ട് ഒരു സാൻഡ്വിച്ച് റെസിപ്പി ചെയ്തിരുന്നു കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കായിട്ട്. അപ്പോ അത് കിച്ചൂസിന്റെ ഫ്രണ്ട്സിന്റെ പലർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇപ്പോ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള വീടുകളിലെ വീട്ടമ്മമാർക്ക് അറിയാം നമ്മൾ ലഞ്ച് ബോക്സിൽ എന്താ കൊടുത്തുവിടാ. അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോ കുട്ടികൾക്ക് നമ്മൾ എന്താ കൊടുക്കുക, ആ ഒരു തലവേദന എല്ലാവർക്കും ഉള്ളതല്ലേ. അതിന് ഏറ്റവും എളുപ്പമാർഗം എന്നുള്ള രീതിയിലാണ് ഞാൻ 3 റെസിപ്പി ആയിട്ട് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെ ഏജ് അനുസരിച്ചും കുട്ടികളുടെ ചോയ്സ്, ഇപ്പൊ ചില കുട്ടികൾക്ക് മധുരമായിരിക്കും ഇഷ്ടം, ചില കുട്ടികൾക്ക് എരിവായിരിക്കും ഇഷ്ടം, പലർക്കും പല ചോയ്സ് ആണല്ലോ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പീസ് ആണ്. ഇതിനു മുന്നേ നമ്മൾ ചെയ്ത സാൻഡ്വിച്ച് റെസിപ്പീസിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പൊ അതില് ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടറ്റോ ചേർത്തിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ട്. ഇത് രണ്ടും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് തന്നെയാണ്. പൊട്ടറ്റോയുടെ കൂടെ നമ്മൾ ചീസും എല്ലാം ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചീസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ കുട്ടികൾക്കും ചീസ് ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ പേരിൽ മാത്രമേ കുറച്ച് വലിപ്പമുള്ളൂ, ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ആ ഒരു റെസിപ്പിയുടെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് അറിയില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുപോലെ നമ്മൾ റെസിപ്പിയുടെ ലിങ്ക് കൊടുക്കാറുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കൊടുക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പൊ എടുത്തു പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സാൻഡ്വിച്ച് റെസിപ്പീസ് ചെയ്യാൻ നോക്കാം. നമ്മുടെ 3 ടൈപ്പ് സാൻഡ്വിച്ചിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് 3 കളറിലുള്ള സാൻഡ്വിച്ച് ആണ്. അതായത് നമ്മുടെ വെജിറ്റബിൾ സാൻഡ്വിച്ച്. വെജിറ്റബിൾ സാൻഡ്വിച്ച് തന്നെ നമ്മൾ നേരത്തെ വേറെ ചെയ്തിട്ടുണ്ട്, ഇത് വേറൊരു രീതിയിലാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുക്കുംബർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ സോസ് ആണ്, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മിന്റ് ചട്നി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ വേണം, കുറച്ച് മയണൈസ് എടുത്തിട്ടുണ്ട്. മയണൈസ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ബട്ടർ മാത്രമായാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡ് ആണ്. സാൻഡ്വിച്ച് ബ്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ബ്രെഡിൽ ചെയ്യാം. അപ്പോൾ മിന്റ് ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിന്റെ രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇപ്പോൾ നമ്മളൊരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബ്രെഡിന്റെ ഒരു സൈഡില്, 2 സൈഡുള്ളതിൽ ഒരു സൈഡില് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ സൈഡ്സ് കട്ട് ചെയ്ത് കളയും, അത് ലാസ്റ്റ് കട്ട് ചെയ്യുള്ളൂ. നമ്മൾ സാൻഡ്വിച്ച് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യുള്ളൂ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ബ്രെഡ് അല്ലേ, വേഗം തന്നെ പൊട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ സൈഡ്സ് കട്ട് ചെയ്യാതിരുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ വലിയ ആളുകൾക്ക് കഴിക്കാനാണെങ്കിൽ സൈഡ്സ് കട്ട് ചെയ്യണം എന്നില്ല. കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ സൈഡ്സ് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബ്രെഡ് സ്ലൈസിലും ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ ആ സൈഡ്സ് കട്ട് ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മൾ ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്താൽ മതി. സൈഡ്സിലേക്ക് അങ്ങോട്ട് കയറി പോകേണ്ട ആവശ്യമില്ല ടൊമാറ്റോ സോസ്. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ വെക്കുന്നത് നമ്മുടെ ടൊമാറ്റോ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്. കുറച്ചുകൂടി കളറുള്ള ടൊമാറ്റോ ആണെങ്കിൽ, ഈ ഒരു ഷെയ്ഡൊക്കെ ഉള്ള ടൊമാറ്റോ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇനിയിപ്പോ നമുക്ക് ഈ ബ്രെഡ് സ്ലൈസ് ഉണ്ടല്ലോ, ഇതുകൊണ്ട് നമുക്കിതങ്ങ് കവർ ചെയ്യാം. നമുക്ക് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല ഫോഴ്സിൽ നമ്മൾ പ്രസ് ചെയ്യരുത്, പതുക്കെ അതൊന്ന് അമർന്ന് കിട്ടുക, അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു പോർഷനിലാണ് നമ്മൾ മയോണൈസ് അപ്ലൈ ചെയ്യുന്നത്. മയോണൈസ് ഓപ്ഷനിലാണ്. മയോണൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ
ബട്ടർ തന്നെയാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനിപ്പോ പ്രത്യേകിച്ച് നമ്മൾ അളവൊന്നും പറയാനില്ല കേട്ടോ. ഒരു ബ്രെഡ് സ്ലൈസിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഏകദേശം 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അത്രയും മതി. പിന്നെ ഇത് നമ്മളിപ്പോ കുട്ടികളെ ഉദ്ദേശിച്ച് ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്കാകുമ്പോൾ മയണൈസും ബട്ടറും എല്ലാം വളരെ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ വലിയ ആളുകൾക്ക് ചെയ്യുകയാണെങ്കിൽ മയണൈസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നമ്മളിപ്പോ അടുത്ത സ്ലൈസ് ബ്രെഡ് എടുത്തു. ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബട്ടറാണ്. ഇപ്പോൾ നമ്മള് ബട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഈ ബട്ടർ അപ്ലൈ ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അത് അടിഭാഗത്ത് വരുന്ന രീതിയിൽ, ഈ മയണൈസിന്റെ മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് ഈ സ്ലൈസിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പോർഷനിലാണ് നമ്മൾ നമ്മുടെ മിൻ ചട്നി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മിൻ ചട്നി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും റെഡിയാക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം എടുക്കുക. ഈ ഒരു ബ്രെഡിന്റെ റെസിപ്പി നമ്മുടെ സാൻഡ്വിച്ചിന്റെ റെസിപ്പി പോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ബ്രെഡ് പക്കോട ഉണ്ട് കേട്ടോ. അപ്പൊ ബ്രെഡ് പക്കോട ഉണ്ടാക്കി കഴിക്കാത്ത ആളുകൾ ബ്രെഡ് പക്കോടയുടെ വീഡിയോ കണ്ടിട്ട് അത് ഉണ്ടാക്കി കഴിക്കുക. അതിലും നമ്മൾ മിൻ ചട്നി ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ മിൻ ചട്നി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ ഈസിയാണ്. അത് മിൻ ചട്നിയുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. മിൻ ചട്നി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ബ്രെഡ് പക്കോട ഉണ്ടാക്കി കഴിക്കാം. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ബ്രെഡ് സ്ലൈസിലും മിൻ ചട്നി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ബ്രെഡ് സ്ലൈസും റെഡിയായി. നമുക്കിത് നേരെ കവർ ചെയ്ത് വെക്കാം. വീണ്ടും ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. ഇനി നമുക്ക് ബ്രെഡിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിന്റെ 4 സൈഡും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് സാധാരണ നമുക്ക് കിട്ടുന്ന സ്ക്വയർ ഷേപ്പിലുള്ള ബ്രെഡ് ആണെങ്കിൽ ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്യാം. ഇതിപ്പോ റെക്ടാങ്കിൾ ബ്രെഡ് ആയതുകൊണ്ട് ഞാനിതിപ്പോ നടുക്ക് വെച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് ഏത് രീതിയിലുള്ള ബ്രെഡാണോ നമുക്ക് കിട്ടുന്നത് അതുപോലെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ കട്ട് ചെയ്യുന്ന രീതി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്യാം. 3 സാൻഡ്വിച്ചും ഒരുമിച്ചാണ് നമ്മള് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോ കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെക്കും. അടുത്ത 2 സാൻഡ്വിച്ചും കൂടി റെഡി ആയതിനു ശേഷം നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പ്രസന്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സാൻഡ്വിച്ച് റെഡിയാക്കാം. അടുത്ത സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ബ്രെഡ് നമ്മുടെ ചപ്പാത്തി പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആയി പോകണ്ട, ലൈറ്റ് ആയിട്ടൊന്ന് കളർ ചേഞ്ച് വന്നാൽ മതി. ഇതിന് നമുക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് ന്യൂട്ടെല്ല എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ചിങ്ങമ്പഴം കട്ട് ചെയ്തെടുത്തതാണ്. ചിങ്ങമ്പഴത്തിന് പകരം നമുക്ക് ഞാലിപ്പൂവമ്പഴം യൂസ് ചെയ്യാം. ചിങ്ങമ്പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവമ്പഴമായിരിക്കും ഈ ഒരു റെസിപ്പിയിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആദ്യം നമുക്ക് ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബട്ടറാണ്, അതുകൊണ്ടാണ് ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് ആയിട്ടില്ല. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഇതുപോലെയുള്ള സാൻഡ്വിച്ച് ഒക്കെ റെഡിയാക്കുമ്പോൾ ബട്ടറൊക്കെ കുറച്ച് നേരത്തെ എടുത്ത് ഒരു ബൗളിലെടുത്ത് വെക്കുക ആവശ്യത്തിനുള്ളത്. ആദ്യത്തെ സാൻഡ്വിച്ചിന്റെ സൈഡ് കട്ട് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ സാൻഡ്വിച്ചിന്റെയും സൈഡ്സ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റും. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് നമ്മുടെ പഴം വെച്ചു കൊടുക്കാം. ഇപ്പൊ ഈ ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പി തന്നെ ഇതുപോലെ ബട്ടർ ഒന്നും അപ്ലൈ ചെയ്യാതെ സിമ്പിൾ ബ്രെഡ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ സാൻഡ്വിച്ച് ചെയ്തിരുന്നു. അത് പഴം സാൻഡ്വിച്ച് എന്നും പറയും ഞങ്ങളിവിടെ. ആ വീഡിയോ കാണാത്ത ആളുകൾ ആ വീഡിയോയും കാണാം. നമ്മൾ കുറെ സാൻഡ്വിച്ച് റെസിപ്പീസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ ബ്രെഡ് റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത്തപ്പഴം ഒക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ നമ്മള് പഴത്തിന്റെ ഒരു ലെയർ വെച്ച് കഴിഞ്ഞു. ഇനി ഇതിന്റെ മുകളിലേക്ക് അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. അതും നമ്മൾ 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ പോകുന്നത്.
ഇതിലേക്ക് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ബട്ടറും അതുപോലെ തന്നെ കുറച്ച് പഴമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഈ ബൗളിൽ നിന്ന് തന്നെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിടുകയാണ്. ഇതിലേക്ക് നമുക്കിപ്പോൾ ഡയറക്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി കേട്ടോ. നമ്മുടെ ചെറിയ ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഇതിന്റെ മുകളിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. ഇനിയിപ്പോൾ നമുക്കിതൊരു നൈഫ് യൂസ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ വെക്കുന്ന ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് നമുക്കിതിൽ കുറച്ച് ന്യൂട്ടെല്ല അപ്ലൈ ചെയ്യാം. ന്യൂട്ടെല്ല കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ന്യൂട്ടെല്ല എടുത്തത്. അതുപോലെ തന്നെ പഴവും ന്യൂട്ടെല്ല ആകുമ്പോൾ നല്ല കോമ്പിനേഷനാണ്, കുട്ടികൾ പഴം കഴിക്കുകയും ചെയ്യും. ബ്രെഡ് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ബട്ടർ ആണെങ്കിലും ന്യൂട്ടെല്ല എന്താണെങ്കിലും നമ്മൾ ബ്രെഡിലേക്ക് കയ്യിൽ പിടിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഒന്നുകിൽ പ്ലേറ്റിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ബ്രെഡ് പൊട്ടിപ്പോവാതെ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു ഷേപ്പ് മിസ്സായി പോവാതെ, അതും ചില സമയത്ത് ചില ബ്രെഡ് അങ്ങ് ഒടിഞ്ഞു പോവും. അപ്പൊ അങ്ങനെയൊന്നും വരാതെ നമുക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് നമ്മൾ ഈ ന്യൂട്ടെല്ല അപ്ലൈ ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ ഈ ചോക്ലേറ്റിന്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ സൈഡ്സ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഷേപ്പിലാണോ ഇത് കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മൂന്നാമത്തെ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് എടുത്തിട്ടുണ്ട്, 2 മുട്ട, ബട്ടർ, കുറച്ച് പാല്, പെപ്പർ പൗഡർ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പാണ്. ഇതിലിപ്പോ ഞാൻ ബ്ലാക്ക് പെപ്പർ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് പെപ്പർ പൗഡർ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്സ് കാണാൻ ഭംഗി ഉണ്ടാവും. ആദ്യം നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം, അതിനുശേഷം മാത്രം സാൻഡ്വിച്ച് റെഡിയാക്കാം. അപ്പോൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഞാനിപ്പോ ഒരു സാൻഡ്വിച്ചിനുള്ള അളവിലേക്കാണ് 2 മുട്ട എടുക്കുന്നത്. 1 മുട്ട ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക, ഉപ്പ് കൂടിപ്പോരുത്. അതുപോലെ തന്നെ പെപ്പർ പൗഡർ, ഇതിപ്പോ ബ്ലാക്ക് പെപ്പർ പൗഡർ ആയതുകൊണ്ട് നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്സിന് ആ ഒരു കളർ വേരിയേഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ചേർക്കുന്നത് പാലാണ്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം, അല്ല ഓയിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ മുട്ട ചിക്കി പൊരിക്കില്ലേ, അതുപോലെയൊക്കെ തന്നെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബട്ടർ യൂസ് ചെയ്യുമ്പോൾ സ്ക്രാമ്പിൾഡ് എഗ്സിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിപ്പോ നമുക്ക് എഗ്ഗ് നന്നായിട്ട് കുക്കായി ഡ്രൈ ആയി വരണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കുക്ക് ചെയ്യാം. നന്നായിട്ട് അങ്ങ് ഡ്രൈ ആയി പോകണ്ട, മുട്ടയുടെ ആ ഒരു സോഫ്റ്റ്നെസ് ഉള്ള രീതിയിൽ കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കുക്ക് ചെയ്യാം. ഞാനിപ്പോ കൂടുതൽ ഡ്രൈ ആക്കിയും എടുക്കുന്നില്ല, കൂടുതൽ മുട്ട സോഫ്റ്റ് ആക്കി എടുക്കുന്നില്ല, ഒരു മീഡിയം രീതിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത്ര മതി. ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കാം. ഇതിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബ്രെഡ് സ്ലൈസിലും ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട വെച്ച് കൊടുക്കാം. നമ്മള് മുട്ട വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഈ ബട്ടർ അപ്ലൈ ചെയ്ത സൈഡ് മുട്ടയുടെ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ ബ്രെഡ് വെക്കുക, പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ സൈഡ്സ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ സാൻഡ്വിച്ച് വേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ 3 ടൈപ്പ് സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സ്ക്രാമ്പിൾഡ് എഗ് സാൻഡ്വിച്ച് കട്ട് ചെയ്തില്ല, അതിന്റെ സൈഡ്സ് മാത്രം കട്ട് ചെയ്ത് വെച്ചു. ഈ സാൻഡ്വിച്ച് നമ്മൾ ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇത് ട്രയാങ്കിൾ ഷേപ്പിലും കട്ട് ചെയ്തെടുത്തു. കണ്ടോ? നമ്മളിപ്പോ സാൻഡ്വിച്ചിന്റെ കൂടെ സെർവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിന്റ് ലൈം ആണ്. അപ്പൊ മിന്റ് ലൈമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ എല്ലാവരും
ഈ എല്ലാ റെസിപ്പീസും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ ഇന്നിപ്പോ ഇത് മൂന്നും ചെയ്ത് കാണിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കിച്ചൂസിന് ഈവനിങ്ങിൽ സ്നാക്ക് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോ 3 ടൈപ്പ് റെഡിയാക്കിയത്. അപ്പോൾ കിച്ചൂസിന് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് ആണ് ഞാൻ മിക്ക ദിവസങ്ങളിലും ചെയ്യുന്നത്. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ കിച്ചൂസിന് ഇഷ്ടപ്പെട്ട സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൂസ് സ്നാക്ക് ആയിട്ടല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കും, അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലും കൊണ്ടുപോകും, വൈകിട്ടും ഏത് സമയത്ത് ഉണ്ടാക്കി കൊടുത്താലും കഴിക്കുന്ന ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെഡ് പക്കോടയാണ്. അപ്പൊ ബ്രെഡ് പക്കോട കാണാത്ത ആളുകൾ അത് ഉറപ്പായിട്ടും ഒന്ന് കണ്ടു നോക്കുക. കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് അത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം മാത്രം അതിന്റെ അഭിപ്രായം പറയാം. അത് ഉണ്ടാക്കുന്ന രീതി പെർഫെക്റ്റ് ആണെങ്കിൽ ബ്രെഡ് പക്കോട നമ്മൾ വീട്ടിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിക്കും. അതിനൊപ്പം തന്നെ നമ്മുടെ മിന്റ് ലൈം ആണെങ്കിലും ഇപ്പൊ ചെറുതായിട്ടൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഞാൻ ഇന്നിപ്പോ ചൂടായതുകൊണ്ട് എന്തായാലും എനിക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ ഫോട്ടോ എടുക്കുമ്പോൾ സൈഡിലൊന്ന് വെച്ചു എന്നേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.